ജമ്മു കശ്മീരിന് വൈകാതെ സംസ്ഥാന പദവി ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആർട്ടിക്കിൾ 370 എന്ന വൻമതിൽ തകർത്തു കഴിഞ്ഞു. കശ്മീരിലെ സാഹചര്യം പൂർണ്ണമായും മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഉദ്ധംപൂരിലെ റാലിയിൽ പ്രസംഗിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. वो तो ट्रेलर है, ट्रेलर। मुझे तो नए जम्मू कश्मीर की नई और शानदार तस्वीर बनाने के लिए जुट जाना है। वो समय दूर नहीं जब जम्मू कश्मीर में भी विधानसभा के चुनाव होंगे। जम्मू कश्मीर को वापस राज्य का दर्जा मिलेगा। അനൂപ് ദാസാണ് വിവരങ്ങളുമായി ചേർന്നത്. അനൂപ്, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ജമ്മു കശ്മീരിന് വൈകാതെ സംസ്ഥാന പദവി ലഭിക്കും. എപ്പോൾ എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുണ്ടായിരുന്നു. എപ്പോൾ എന്ന് പറഞ്ഞിട്ടില്ല, വൈകാതെ ലഭിക്കും എന്നാണ് പ്രധാനമന്ത്രി ഉദ്ധംപൂരിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ വർഷം സെപ്റ്റംബറിനകം ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ സുപ്രീം കോടതി നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പും വേഗത്തിൽ നടത്തും. ഒപ്പം തന്നെ സംസ്ഥാന പദവിയും വൈകാതെ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുമ്പോൾ നേരത്തെ തന്നെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ കോൺഗ്രസ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ വൈകാതെ തന്നെ സംസ്ഥാന പദവി ജമ്മു കാശ്മീരിന് തിരിച്ചു നൽകുമെന്ന്. CPM പ്രകടന പത്രികയിൽ പറഞ്ഞത് സംസ്ഥാന പദവി തിരികെ നൽകുമെന്ന് മാത്രമല്ല പ്രത്യേക അധികാരവും തിരികെ നൽകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കോൺഗ്രസ് അക്കാര്യം കൃത്യമായി പ്രത്യേക പദവി നൽകുമെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ BJP ഈ വിഷയം സംസ്ഥാന പദവി സജീവമായി ചർച്ചയാകുന്നതിനിടയിലാണ്. അത് ജമ്മു കാശ്മീരിലാണെങ്കിൽ ഒപ്പം തന്നെ ലഡാക്കിലാണെങ്കിൽ സജീവമായി ചർച്ചയാകുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു ഉറപ്പ് പ്രധാനമന്ത്രി നൽകുന്നത്. എന്തായാലും ജമ്മു കാശ്മീരിലെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി നിൽക്കുന്ന വിഷയത്തെ തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തിട്ടുള്ളത്.